നമസ്കാരം. വെനിസ്വേല കീഴടക്കി അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ എത്തിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളെയും ഇത്തരത്തിൽ ലക്ഷ്യമിടുന്നതായി സൂചന. പ്രധാനമായും ട്രംപ് കീഴടക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഗ്രീൻലാൻഡാണ്. അതുപോലെ കൊളംബിയ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ തന്നെ ട്രംപ് നോക്കി വച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ വെനിസ്വേലയിലെ നടപടിക്ക് തൊട്ട് പിന്നാലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലറിൻ്റെ ഭാര്യ കാത്തി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഗ്രീൻലാൻഡിൻ്റെ ചിത്രത്തിൽ അമേരിക്കയുടെ മാപ്പ് ഇട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് സൂൺ എന്ന ഒരു കുറിപ്പ് അതിലുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അടുത്തതായി അമേരിക്ക കീഴടക്കാൻ പോകുന്ന രാജ്യം ഗ്രീൻലാൻഡാണ് എന്നാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഗ്രീൻലാൻഡ് കൈയടക്കുന്ന കാര്യം അദ്ദേഹം പലതവണ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കി എന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. പ്രധാനമായും ഡെൻമാർക്കാണ് ഇതിനെതിരെ പരസ്യമായി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഡെൻമാർക്ക് പ്രധാനമന്ത്രിയായ മെറ്റെ ഫ്രെഡറിക്സൺ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു നാറ്റോ സഖ്യ കക്ഷികൾ തമ്മിലുള്ള മര്യാദയുടെ ലംഘനമാണ് എന്നാണ്. അമേരിക്ക ഗ്രീൻലാൻഡ് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യകക്ഷികൾ തമ്മിലുള്ള ധാരണയെ ഇല്ലാതാക്കുന്ന തരത്തിലായിരിക്കുമെന്നാണ് ഇപ്പോൾ മെറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നാറ്റോ സഖ്യരാജ്യങ്ങളാണ് ഡെൻമാർക്കും അതുപോലെ ഗ്രീൻലാൻഡും അമേരിക്കയും എല്ലാം തന്നെ. അങ്ങനെയുള്ള ഒരു സഖ്യേഷ്യ രാജ്യത്ത് അമേരിക്കയെ ആക്രമണം നടത്തുക എന്ന് പറയുന്ന കാര്യം കേട്ടുകളി പോലും ഇല്ലാത്തതാണ് എന്നും ഒരു തരത്തിലും ഇത്തരത്തിലൊരു നീക്കത്തെ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുമാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നാറ്റോ സഖ്യകക്ഷികൾ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പെടുന്ന ഈ ഒരു നാറ്റോ സഖ്യത്തിൽ അതിൽപ്പെട്ട ഒരു രാജ്യത്തെ മറ്റു രാജ്യത്തിന് ഒരിക്കലും ആക്രമിക്കാൻ കഴിയുകയില്ല. മാത്രവുമല്ല, അതിലേതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ, പുറമേ നിന്നുള്ള രാജ്യം ആക്രമിച്ചാൽ നാറ്റോ സഖ്യകക്ഷികളെല്ലാം ഒത്തുചേർന്ന് ആ രാജ്യത്തെ നേരിടണം എന്നുള്ളൊരു വകുപ്പ് കൂടി നിലവിലുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ ഭാര്യ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം നടത്തിയത് എന്നുള്ള സ്വാഭാവികമായ സംശയം ഡെൻമാർക്കിനുണ്ടായിട്ടുണ്ട്. കാരണം ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്ന ആൾ അവിടുത്തെ വളരെ ഉയർന്ന അധികാര പദവി വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇടുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അമേരിക്ക ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാർ ഇക്കാര്യത്തിൽ ധാരണ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ പലർക്കിടയിലും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഈ പല രാജ്യങ്ങൾക്കെതിരെയും അദ്ദേഹം നേരത്തെയും പലതരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയിരുന്നു. കൊളംബിയയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞു, കൊളംബിയയിലെ ഭരണാധികാരികളൊക്കെ തന്നെ കൊക്കൈൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്തുന്നു എന്ന് വലിയ വലിയ കമ്പനികൾ സ്ഥാപിച്ച് അവിടെ നിന്ന് മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിച്ച് മറ്റു രാജ്യങ്ങളെ കടത്തിയാണ് പണം ഉണ്ടാക്കുന്നത് എന്നും ഇത് അധികകാലം അനുവദിക്കാൻ പറ്റുകയില്ല എന്നുമൊക്കെയാണ് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അതുപോലെ തന്നെയാണ് ക്യൂബയെക്കുറിച്ചും ട്രംപ് ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ക്യൂബ ഇപ്പോൾ ഭരിക്കുന്നതൊക്കെ തന്നെ വളരെ വയസ്സന്മാരായ ആളുകളാണ് എന്ന്, ഇവർക്ക് പലർക്കും തലയ്ക്ക് ബോധമില്ലാത്ത രീതിയിലാണ് തനിക്ക് തോന്നുന്നത് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഒരു കാര്യം ഓർക്കുക, ട്രംപിന് കാലാവധി പൂർത്തിയാകുമ്പോൾ 82 വയസ്സ് 7 മാസവും പൂർത്തിയാകും. പക്ഷേ ട്രംപ് ഇപ്പോഴും പറയുന്നത് ക്യൂബയിലെ ഭരണാധികാരികൾ പലരും പ്രായാധിക്യം കൊണ്ട് ബോധം പോയ ആളുകളാണ് എന്നാണ്. ചുരുക്കത്തിൽ ഈ രാജ്യങ്ങളൊക്കെ തന്നെ തനിക്ക് കീഴടക്കി അമേരിക്കയുടെ ഭാഗമാക്കണം, അല്ലെങ്കിൽ അമേരിക്കയുടെ കീഴിലാക്കണം എന്നുള്ള ഒരു ധ്വനിയാണ് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം വെനിസ്വേലയിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്ക അതിരൂക്ഷമായ തോതിലുള്ള വിമർശനവും നേരിടുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്ത് കടന്നു കയറി ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയൊക്കെ പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് ന്യൂയോർക്കിൽ വിചാരണ നടത്താൻ എന്ത് അധികാരമാണ് ഉള്ളത് എന്ന ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. കൂടാതെ അമേരിക്ക നിലവിൽ സഹകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ വല്ലാത്ത ഭീതിയിലാണ്. കാരണം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നേരെ പോലും ഡൊണാൾഡ് ട്രംപ് ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്രീൻലാൻഡൊക്കെ പോലെയുള്ള ഒരുപാട് ധാതു സമ്പത്തുള്ള രാജ്യങ്ങളെയാണ് പ്രധാനമായും ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാണ് അവർ നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ശരിക്കും ഗ്രീൻലാൻഡ് ആക്രമിക്കാൻ ഇറങ്ങിയാൽ ട്രംപ് ഒറ്റപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല, നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ ഇത് വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയാക്കുമെന്നും കരാർ ലംഘനമാണ്, അല്ലെങ്കിൽ മര്യാദയുടെ ലംഘനമാണ് അവിടെ നടക്കുക എന്നുള്ളതുമാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും പറയാറുണ്ടായിരുന്നത് ഡെൻമാർക്ക് വലിയ ഭീഷണി നേരിടുന്നു. കാരണം റഷ്യയുടെയും ചൈനയുടെയൊക്കെ യുദ്ധക്കപ്പലുകൾ ഈ ഡെൻമാർക്കിനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവർ ആക്രമണം നടത്താം. അതുകൊണ്ട് അവർക്കൊരു സംരക്ഷണം നൽകാൻ അമേരിക്ക തയ്യാറാണ് എന്ന് നേരത്തെ പല തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് കണ്ണുണ്ട്. പ്രധാനമായും സമ്പത്ത്, ധാതു സമ്പത്തും അതിൽ എണ്ണ സമ്പത്തും എല്ലാം ഉള്ള രാജ്യങ്ങളെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഈ രാജ്യങ്ങളൊക്കെ തന്നെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ധാതു സമ്പത്ത് കൊണ്ട് വളരെ സമർത്ഥമാണ്. അതുകൊണ്ട് അവയൊക്കെ തന്നെ ആക്രമിച്ച് തൻ്റെ കാൽ കീഴിലാക്കണം, തൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് അമേരിക്കയിലെ സമ്പത്ത് ഇത്തരത്തിൽ വർദ്ധിപ്പിക്കണമെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്ത് വരുന്നതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഡെൻമാർക്ക് പ്രധാനമന്ത്രി ശക്തമായ വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ജോ ബൈഡൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം ക്യൂബയെ ഭീകര രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി
സത്യം പറഞ്ഞാൽ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം വീണ്ടും ക്യൂബയെ തീവ്രവാദി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ക്യൂബയെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഫിഡൽ കാസ്ട്രോയുടെ കാലത്ത് അദ്ദേഹത്തെ വധിക്കാൻ CIA നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നേരെയൊക്കെ തന്നെ അവരോട് എപ്പോഴും ഒരു വെറുപ്പോടുകൂടി പെരുമാറുന്ന ഡൊണാൾഡ് ട്രംപ് ക്യൂബയിലേക്കും ഒരുപക്ഷെ കടന്നു കയറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരും ഇപ്പോൾ വിലയിരുത്തുന്നത്. അതേസമയം ഇതിൽ മറ്റൊരു വിചിത്രമായ കാര്യം, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ അദ്ദേഹം ക്യൂബയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ, അതായത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ കാലത്ത് അമേരിക്കയിലേക്ക് കുടിയേറിയ കുടുംബത്തിൽപ്പെട്ട അംഗം കൂടിയാണ് എന്നുള്ളതാണ്. തൻ്റെ മാതൃ രാജ്യത്തിന് നേർക്ക് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തും എന്നുള്ള ഒരു നീക്കത്തിന് അദ്ദേഹം പിന്തുണയ്ക്കുന്നുമോ എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ ഉയരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആര് പറഞ്ഞാലും കേൾക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ ആക്രമിച്ച് കീഴടക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ചു കെട്ടി അമേരിക്കയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുമോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അമേരിക്ക ശരിക്കും ലോക പോലീസ് കളിക്കുകയാണ് എന്നുള്ള ആ പണ്ട് കാലം മുതലുള്ള വിമർശനത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോഴും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ വലിയൊരു ഭാഗം രാജ്യങ്ങൾ ഇപ്പോൾ ഇതിന് എതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കണക്കിന് നാറ്റോ സഖ്യകൾക്കിടയിലും ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത ഉയരാനും അവർ അമേരിക്കയ്ക്കെതിരെ ട്രംപിനെതിരെ രംഗത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.